ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ദൈവസന്നിധിയിൽ വന്ന് നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ബൈബിളിലെ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാനും ദൈവം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നത് എനിക്കും ഒരു സന്തോഷമാണ്. ഇന്ന് വിവാദപരമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആഭരണം എന്നതായ വിഷയം ഒരു വിഭാഗത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് ആഭരണം ധരിക്കുന്നത് പാപമാണ്, തെറ്റാണ്, അവർ ദൈവരാജ്യത്തിൽ പോവുകയില്ല എന്നുള്ള ചിന്താഗതിയുണ്ട്. മറുഭാഗത്തിൽ അങ്ങനെയൊന്നുമല്ല എന്നുള്ള വാദഗതിക്കാരുമുണ്ട്. ഈ സമയത്ത് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് തിരഞ്ഞെടുക്കേണ്ട, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നുവോ അതുപോലെ ചെയ്യുക. വേണ്ടാന്ന് തോന്നിയാൽ വേണ്ട എന്ന് വയ്ക്കുക. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വവല്ലഭനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, വേദപുസ്തകത്തിലെ സത്യങ്ങൾ കടൽ പോലെ ആയിരിക്കുമ്പോൾ നമുക്ക് പലതും ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ചിലത് തെറ്റായി ഗ്രഹിക്കുന്നു, ചിലത് ശരിയായി ഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യക്തമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഈ സമയത്ത് ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമേ, കേൾക്കുന്നവർ പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനം കൊടുക്കണമേ. അതുപോലെ തന്നെ കർത്താവേ, ശരിയായത് പഠിപ്പിക്കുവാനുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങൾ ഒരിക്കലും ന്യായാസനത്തിൻ്റെ മുൻപിൽ ദൈവമേ കുറ്റക്കാരായി തീരാതിരിക്കേണ്ടതിന് അങ്ങയിൽ ശരണപ്പെടുന്നു. പറയും പോലെ പ്രസംഗിക്കും പോലെ പ്രസംഗിക്കേണ്ടും വണ്ണം പ്രസംഗിക്കുവാൻ കൃപ തരണമേ. യേശുനാമത്തിൻ്റെ പിതാവേ, ആമേൻ. മനുഷ്യർക്ക് ആഭരണം ധരിക്കാമോ, പൊന്നാഭരണം വെള്ളിയാഭരണവും ധരിക്കാമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. ബൈബിളിൽ ആഭരണത്തെക്കുറിച്ച് എന്താണ് വിവരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായി നമ്മൾ മിക്കവാറും കാണുന്നത് പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും മിസ്രയീമിലെ ആളുകളോട് ചോദിച്ചു വാങ്ങി അതെല്ലാം ഇസ്രായേൽ മക്കളോട് എടുത്തുകൊള്ളണം എന്ന് ദൈവം കൽപ്പിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ചോദിച്ച് വാങ്ങുകയും അവരോട് ആഭരണം വാങ്ങി ധരിക്കുകയും അല്ലെങ്കിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാൻ ഇടയായിത്തീർന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വെള്ളി ആഭരണങ്ങൾ യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ കാലത്ത് ഈ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും കുഴിച്ചിട്ടതായിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നു.
യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ ഈ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ നീക്കിക്കളഞ്ഞതായിട്ട് കാണുന്നു. ഇതവർ ആഡംബരത്തിനായി ഉപയോഗിച്ചു എന്ന് കാണുന്നു. ഇതുകൊണ്ട് അവർക്ക് ദോഷമുണ്ടായതായി കാണുന്നു. ഈ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ കയ്യിൽ വച്ചിരുന്നത് കൊണ്ട് അവർ അതുകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാനിടയായിത്തീർന്നു. അതവർക്ക് പാപഹേതുവായി തീരുവാനിടയായിത്തീർന്നു എന്ന് നാം കാണുന്നു. ഉൽപ്പത്തി 24:22 എലെയാസർ മൂക്കുത്തിയും മറ്റും റിബേക്കയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഉൽപ്പത്തി 21:42-43 വാക്യങ്ങളിൽ യോസേപ്പിന് പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ധരിച്ചതായിട്ടും അദ്ദേഹം സരപ്പടി മാല അണിഞ്ഞ് രാജാവിൻ്റെ കൂടെ രാജകൊട്ടാരത്തിൽ വാണതായിട്ടും കാണുവാനായിട്ട് കഴിയുന്നു. സമാഗമന കൂടാരം പണിയുമ്പോൾ അവിടെ സമാഗമന കൂടാരത്തിൽ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും താമ്രം കൊണ്ടുമൊക്കെയുള്ള വസ്തുക്കൾ ധാരാളമായിട്ടുണ്ടാക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ഉണ്ടാക്കുവാനായിട്ട് ദൈവം അവരോട് കൽപ്പിച്ചതുകൊണ്ട് അവരത് ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഭരണം ധരിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷവും അവരുടെ കൈവശം ഉണ്ടായിരുന്ന വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ ധരിച്ചിരിക്കണം. അതുകൊണ്ടാണല്ലോ അവരുടെ കയ്യിൽ ഈ ആഭരണങ്ങൾ ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ധരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം ഒരു ഉപമയിലൂടെയാണെങ്കിലും യേശു പറഞ്ഞത് ഇളയ മകന് പൊന്മോതിരം അണിയിക്കുവാനായിട്ട് പറഞ്ഞു. ലൂക്കോസ് 15:22. അപ്പോഴാ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊരു കഥ മാത്രമാണ്, ഒരു ഉപമ മാത്രമാണ് കർത്താവ് പറഞ്ഞത്. എങ്കിലും ആ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നത് കൊണ്ടാണ് മക്കൾക്ക് ആഭരണം കൊടുത്തു എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ മണവാട്ടി ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. 1 തീമോഥെയോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പിന്നിയ തലമുടിയും പൊന്നാഭരണവും എന്നിവ ധരിക്കുന്നതിലല്ല, അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അവർക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോതിരം ഇടുന്നവരും ഇടാത്തവരും പള്ളിയിൽ വന്നിരുന്നു എന്ന് കാണുന്നു. ഇത് രണ്ടുപേരെയും വേർതിരിച്ച് കാണരുത്. ഇടുന്നവരിട്ടോട്ടെ, ഇല്ലാത്തവരിടണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 45-ാം സങ്കീർത്തനം നമ്മൾ സാധാരണ വിവാഹ സമയത്ത് വായിച്ചു വിടാറുണ്ട്. ഈ മണവാട്ടി ആഭരണ വിഭൂഷയായി നിൽക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവർക്ക് ആഭരണം ധരിക്കാമെന്നുള്ളതാണ്, ആഭരണം ധരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ ദർശനത്തിൽ സ്വർഗത്തെക്കുറിച്ച് കാണുമ്പോൾ സ്വർഗത്തിൽ
മൂപ്പന്മാർ പൊന്ന് കൊണ്ടുള്ളതായ കിരീടം ധരിച്ചിരുന്നതായിട്ടും അവിടുത്തെ മതിലുകളൊക്കെ വൈഡൂര്യക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടതായിട്ടും കാണുന്നു. അവിടുത്തെ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ വീതിയിൽ പൊന്നിൽ അല്ലെങ്കിൽ തങ്കത്തിൽ ചവിട്ടി നടക്കുന്ന ഒരനുഭവമാണ് കാണുന്നത്. അത്രയ്ക്കും അവിടെ പൊന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് പൊന്നാഭരണം ധരിക്കാമോ എന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുന്നതിൽ പലരും പല അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കുന്നു. എങ്കിലും അന്ന് വെള്ളിയും പൊന്നും നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ തൽക്കാലം ഇല്ലാതിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ ബൈബിളിൻ്റെ പല കാലഘട്ടങ്ങളിലും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ സാധാരണ ക്രയവിക്രയത്തിന്, അതായത് വിൽക്കാനും വാങ്ങാനും വേണ്ടി പൊന്നും വെള്ളിയും ഇല്ലാതെ ജീവിക്കുവാനായിട്ട് ആളുകൾക്ക് കഴിയില്ല. അപ്പോൾ അബ്രഹാം കനാൻ ദേശത്ത് വസ്തു വാങ്ങുമ്പോൾ അവിടെ വെള്ളിക്കാശ് 20 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്ത് സ്ഥലം വാങ്ങുന്നതായിട്ട് കാണുന്നു. പിന്നത്തേതിൽ യാക്കോബ് സ്ഥലം വാങ്ങുമ്പോഴും വെള്ളിയും പൊന്നുമൊക്കെ തൂക്കിക്കൊടുത്താണ് അവർക്ക് സ്ഥലം വാങ്ങിയിരുന്നത്. അങ്ങനെ കനാൻ ദേശത്ത് ചെന്ന് അവർ ചുമ്മാ വെറുതെ വെട്ടിപ്പിടിച്ച് താമസിച്ചവരല്ല, അവർ വില കൊടുത്ത് ഭൂമി വാങ്ങി താമസിച്ചവരാണ് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ ക്രയവിക്രയ സംവിധാനത്തിൻ്റെ ഒരു മാർഗമായിരുന്നു പൊന്നും വെള്ളിയും എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അത് തെറ്റായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഡംബരത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാനും കാണാനും വേണ്ടിയായിരിക്കാം ആഡംബരം എന്ന് പറയുന്നത്. നമുക്ക് ആഡംബര വസ്തുക്കൾ വീടിനും മറ്റുമൊക്കെ തൂക്കിയിട്ട് വീടിനെ അലങ്കരിക്കുന്നത് ഒക്കെ കാണാം. എന്നാൽ ആഭരണം മാത്രമാണോ ആഡംബര വസ്തു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമുക്ക് ഒരു കാർ ആവശ്യമുണ്ടെന്ന് വെച്ചുകൊള്ളുക. ഒരാൾക്ക് ചിലപ്പോൾ സ്പീഡ് കൂടിയ കാർ, സ്പീഡ് കുറഞ്ഞ കാർ, അവർക്ക് ആവശ്യമുള്ളത് അത് വാങ്ങുന്നത് അല്ല. അതിനെ ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ കാര്യമായി, എനിക്കൊരു വലിയ കാറുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വില പിടിപ്പുള്ള, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ, 50 ലക്ഷമോ 40 ലക്ഷമോ 20 ലക്ഷം രൂപ വില പിടിപ്പുള്ള കാറുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും തെറ്റ് തന്നെയാണ്. ആഡംബരത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഏത് കാര്യവും, ഒരു വീട്, നമ്മൾ സാധാരണ വീട് പണിയുന്നു, ചിലപ്പോൾ 30-40 ലക്ഷം രൂപ മുടക്കി പണിയുന്നു. ഈ കാലഘട്ടത്തിൽ അതിനപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ചിലവാക്കി വീട് പണിയുന്നവരുമുണ്ട്. ഇത് ആഡംബരമായി മാറുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാരും ഒക്കെ ആഡംബരത്തിന് വേണ്ടി കാണിക്കുന്ന ഏത് കാര്യവും പാപം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അത് നമ്മൾ സാധാരണ ചിന്തിച്ചാൽ അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
പിന്നിയ തലമുടി ശരീരത്തെ പിന്നെ മോടിപ്പെടുത്തുന്നതായി. ഇപ്പോൾ പിന്നെ മുടിയും മുറിച്ചിട്ടും കൊണ്ടാണ് പെന്തക്കോസുകാർ വിലസുന്നത് നമ്മൾ കാണുന്നു. സ്ത്രീകൾ മുടി നീട്ടി വളർത്തുന്നതാണ് അവർക്ക് ഭൂഷണം. പെണ്ണിനെയും ആണിനെയും തിരിച്ചറിയുന്നതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉപാധിയും കൂടെയാണത്. ഒരു ആൾ ചോദിച്ചപ്പോൾ ഒരു മറുപടി ലഭിച്ചത്, ആണും പെണ്ണും വ്യത്യാസമുണ്ടോ? അതേ, വ്യത്യാസമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് മൂക്കിന് താഴെ മുടിയില്ല, പുരുഷന്മാർക്ക് അതുണ്ട്. പിന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ആണിനും പെണ്ണിനും നിശ്ചയമായിട്ടും ഉണ്ട് തന്നെ. ഈ വ്യത്യാസം അംഗീകരിച്ചേ ഒക്കുകയുള്ളൂ. സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രങ്ങളെ ധരിച്ച് സ്ത്രീ പുരുഷനായും പുരുഷൻ സ്ത്രീയായും നടക്കുന്നത് ദൈവഹിതമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആഭരണം ധരിക്കുന്നത് ഓരോരുത്തരുടേതായ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. വേണ്ടാത്തവർക്കത് വേണ്ട, അത് തെറ്റാണ്, ശരിയല്ല എന്ന് തോന്നുന്നവർക്കത് ഉപയോഗിക്കുവാൻ പാടില്ല. പൗലോസ് പറയുന്നത്, മാംസാഹാരം നിങ്ങൾ കഴിക്കുക, കുഴപ്പമില്ല, പക്ഷേ ആർക്കെങ്കിലും അങ്ങനെ കഴിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ ഞാനും കഴിക്കുന്നില്ല, വേണ്ടാന്ന് വയ്ക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഏതൊരു കാര്യവും തെറ്റ് തന്നെ, അത് നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. ഇനി ആഭരണത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചാൽ വേദപുസ്തകം ഒരു ആഗോള വ്യാപകമായ ഏക പുസ്തകമാണ്. പരിശുദ്ധ വേദ പഠന പുസ്തകമെന്നാണ് ഇതിൻ്റെ ശരിയായുള്ള പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠന പുസ്തകത്തെ വായിച്ച് കളയേണ്ടതല്ല, പഠിക്കേണ്ടതാണ്. ഇത് മനസ്സിരുത്തി പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനമാണ് പ്രശ്നമായി തീരുന്നത്. ഇപ്പോൾ ചില സഭകളിൽ ആഭരണം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് തന്നെ ആഭരണം ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് നേതാക്കന്മാർ പറയുന്നു. ഇനി വെള്ള ഉടുപ്പ് മാത്രം ഇട്ടാൽ, വെള്ളയും ഇടുന്നത് പരിശുദ്ധിയാണ് എന്ന് പറയുവാൻ കഴിയില്ല. ഒരു PRDS എന്ന് പറയുന്ന ഒരു സംഘടനക്കാരുണ്ട്, ഹൈന്ദവർ. അവരും വെള്ളയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളയും മാത്രം ഇട്ടിട്ട് അതൊരു പരിശുദ്ധിയാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെ ആഭരണം ഇട്ടാത്തത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകും എന്ന് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറയുന്നുമില്ല. ഒരാൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കാം. ഒരാൾക്ക് ആഭരണം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ അത് ശരിയല്ല എന്ന് തോന്നിയാൽ അവർക്ക് അത് പാപമായി തിരിക്കും. എന്നാൽ ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ ഒരു നിയമം, കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഒരു സ്വർഗം, തമിഴ്നാട്ടിലുള്ളവർക്ക് വേറൊരു സ്വർഗം, ആന്ധ്രയിലുള്ളവർക്ക് മറ്റൊരു സ്വർഗം, ഇനി പഞ്ചാബിലുള്ളവർക്ക്, ഇന്ത്യക്കാർക്ക്, പാകിസ്ഥാൻകാർക്ക്, അമേരിക്കക്കാർക്ക്, ഇംഗ്ലണ്ടുകാർക്ക്, മറ്റ് രാജ്യങ്ങൾക്കുള്ളവർക്കെല്ലാം ഓരോ നിയമങ്ങളൊന്നും ബൈബിളിൽ പറയുന്നില്ല. ഏക നിയമമാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ മാനസാന്തരത്തിലേക്ക്, ആഫ്രിക്ക ഒരിക്കൽ ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു, അവരെങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടണം, പാപം ഉപേക്ഷിക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവരെ പഠിപ്പിക്കുന്നത്. പാപം ചെയ്യുവാൻ പാടില്ല. ദൈവം അരുതേ എന്ന് പറഞ്ഞത് അരുതായിരിക്കണം. 10 കൽപ്പനകളിൽ പറയുന്ന പാപത്തിൻ്റെ പട്ടികയുണ്ട്.
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് യേശു ക്രിസ്തുവിൻ്റെ നല്ല സ്വഭാവം ഉള്ള പക, പിണക്കം, ജാരശങ്ക, ക്രോധം, തൊന്നപക്ഷം, ശാഠ്യം, അസൂയ, മദ്യപാനം, ഇതിലൊന്നും ആഭരണത്തെക്കുറിച്ച് യേശു ക്രിസ്തുവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇടുന്ന ആഭരണമെന്ന് പറഞ്ഞാൽ പിന്നെ കല്ലമാലയും ചില മരത്തിൻ്റെ കായ്കളുമൊക്കെ കോർത്തിണക്കി രുദ്രാക്ഷം പോലുള്ള സാധനങ്ങൾ അവർ ധരിക്കുന്നു. കൈ നിറച്ച് അതേപോലുള്ള സാധനങ്ങൾ വരിഞ്ഞു കെട്ടുന്നു. അവർക്കെങ്കിൽ വേറെ സ്വർഗം കൊടുക്കേണ്ടി വരില്ലേ എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ഇവിടെ പാപമൊഴികെ യേശു മറ്റെല്ലാത്തിനും നമുക്ക് സമനായിരുന്നു എങ്കിൽ പാപത്തെ നാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് കഴിയും. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം തന്നെയാണ്. ഞാൻ മുകളിൽ ബൈബിളിൽ പറഞ്ഞതായ വിവിധ വാക്യങ്ങളെ നമ്മൾ വായിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വാസികൾ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പാപപ്രവൃത്തികൾ ചെയ്തിട്ട് ആഭരണം മാത്രം ധരിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? അസൂയപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടതുകൊണ്ടോ ആഭരണം ധരിക്കാതിരുന്നതുകൊണ്ടോ കാര്യമുണ്ടോ? ഒരു കാര്യവും വാസ്തവത്തിലില്ല. പാപമൊഴികെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തെ ഭയപ്പെടുക, വിഗ്രഹാരാധനയെ വിട്ടു ഓടുക. വിഗ്രഹങ്ങൾ അത് ദൈവം എന്നും എപ്പോഴും ആദ്യം മുതൽ വെറുക്കുന്നതായ ഒരു കാര്യമാണ്. ദൈവം എന്ത് കൽപ്പനയാണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ചെയ്യിക്കാൻ വേണ്ടി സാത്താൻ ശ്രമിക്കാറുണ്ട്. അതേ ദൈവമക്കളെ, ദൈവം ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ ജനത്തെ കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുവാനിടയായിത്തീർന്നു. ദൈവം ഇന്ന വൃക്ഷങ്ങളുടെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ തന്നെ തിന്നിപ്പിക്കുവാനും സാത്താൻ പരിശ്രമിക്കുവാനിടയായിത്തീർന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നും സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. യേശു അതിന് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സാത്താൻ യേശുവിനെ വിട്ടുപോയി. യേശു സാക്ഷാൽ ദൈവം തന്നെ എന്ന് തെളിയിക്കുവാനിടയായിത്തീർന്നു. ക്രിസ്തു ആണെന്ന് സാത്താൻ തന്നെ ഏറ്റുപറയുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ പോകണം എന്നുള്ളതിന് ആഭരണം തടസ്സം അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കേരളത്തിൽ ഒരു കാലത്ത് ഭക്തന്മാരായ ആളുകൾക്ക് തോന്നിയിരിക്കാം അത് വേണ്ട, അത് ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് ചിന്തിച്ച് ചെയ്തിരിക്കാം. അതിന് നമ്മൾ പിന്തുടരണം എന്ന് ആ പാരമ്പര്യത്തെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നോ ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇത് അവരവരുടേതായ ചിന്താഗതിക്കും പഠനത്തിനും വേണ്ടി നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനെ ഒരു പ്രശ്നമാക്കി യൂട്യൂബിലിട്ട് അല്ലെങ്കിൽ വെളിയിലിട്ട് പറയുന്നതിനേക്കാൾ വിളിച്ച് ചോദിച്ച് സംശയ നിവാരണം ഉണ്ടായതിന് ശേഷം നിങ്ങൾക്കും ഫൈനലായി ഒരു തീരുമാനം എടുക്കാവുന്നതാണ്.
അല്ലാതെ അതിനെ പന്നികളുടെ ഇടയിൽ ഇട്ടുകൊടുക്കുന്നത്, ദൈവവചനം ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് സംശയമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. നിശ്ചയമായും വചനത്തിലുള്ള മറുപടി നിങ്ങൾക്ക് ദൈവം പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സർവ്വവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്, ദൈവമേ, ഷണ്ണന് മനസ്സിലാകാത്തത് കർത്താവ് ദൈവമേ അപ്പോസ്തലന്മാരെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളെയും പഠിപ്പിച്ച് ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തരേണ്ടതിന് അങ്ങയുടെ പാതാരവൃന്ദങ്ങളെ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, ഈ ദൈവവചനം ചിലർക്കെങ്കിലും പ്രയോജനപ്രദമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഉയർത്തണമേ. എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.